ഈ യാത്ര പോകുന്നത് നമ്മുടെ മരങ്ങളുടെ മേളിൽ കൂടെ നടക്കാനായിട്ടോ. എന്ത് രസമാണെന്നറിയോ, മരങ്ങളുടെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. നമ്മുടെ വീട്ടിൽ നിന്ന് 2.25 മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. വിക്ലോ തന്നെയുള്ള എവൻഡെയിൽ പാർക്കിൻ്റെ ഫോറസ്റ്റ് പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് ചെന്നുമ്പോൾ നമുക്കിങ്ങനെ മരങ്ങളുടെ മുകളിൽ ട്രീ ടോപ്പ് വാക്ക് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മൾ നല്ല ഹൈറ്റുള്ള മരങ്ങളുടെ മേളിൽ കൂടെ അവിടുത്തെ കാഴ്ചയും ആ മരങ്ങളുടെ ഹൈറ്റും ഒക്കെ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ പോകാനായിട്ട്. അവിടെ ചെന്നപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണാറുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടു കേട്ടോ. അവരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദൂരം നടന്നു. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് പറ്റിയ കുറേ അവർക്ക് ഇൻഫോർമേഷനും അതുപോലെ അവരെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ചെറിയ പസിൽസൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ചും കേട്ടൊക്കെ നമ്മളവിടെ ചെല്ലും. 1.4 കിലോമീറ്റർ ആട്ടോ ഈ ട്രീ ടോപ്പ് വാക്കുള്ളത്. അപ്പോൾ നമുക്ക് വിക്ലോൻ്റെ കുറേ കാഴ്ചകളൊക്കെ എൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. വിക്ലോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നിറയെ പച്ചപ്പും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ മരങ്ങളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അവിടുത്തെ പക്ഷികളുടെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് നമുക്ക് അവിടെ ചെല്ലാം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു വലിയൊരു സ്ലൈഡ് ഉണ്ട് കേട്ടോ. അയർലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്ലൈഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ലൈഡിൽ നമ്മൾ കയറണമെങ്കിൽ ഒരു €2 കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ലൈഡ് സ്പൈറൽ ഷേപ്പിൽ നമുക്ക് മുകളിലോട്ട് കയറി പോണ വഴിക്കൊക്കെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് നമുക്ക് സ്ലൈഡ് വഴി താഴേക്ക് ഇറങ്ങി വരാം. അപ്പോൾ അവിടെ ചിലപ്പോഴൊക്കെ നല്ല ക്യൂ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോൾ വലിയ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് അങ്ങനെ അധികം ക്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ വെതർ മോശമാണെങ്കിൽ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അവർ സ്ലൈഡ് ക്ലോസ് ചെയ്യും കേട്ടോ. നമുക്ക് സ്ലൈഡിൽ കയറാൻ പറ്റില്ല. ഒരു 2 to 3 hours ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പക്ഷേ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടെ ആ ഭാഗത്ത് ക്ലബ് ചെയ്ത് പോകണമായിരിക്കും നല്ലത്.